ഒരു കേസ് SKSSFിൻ്റെ പ്രവർത്തകൻ അൻവർ യാമിനിയെ മുസ്ലിം ലീഗ് പ്രവർത്തകർ സക്കീർ ചെരിപ്പൂർ, റഷീദ് എന്നിവർ വീട്ടിൽ കയറി തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ ഓഡിയോ പുറത്തു വരികയുണ്ടായി. ഇടതുമുന്നണിക്ക് വേണ്ടി യമാനി പ്രവർത്തിച്ചതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. അങ്ങോട്ട് വായോ കിടക്കാൻ. ഇതാണ് നിങ്ങളെ ക്വാളിറ്റി. ഇതാണോ നിങ്ങളെ ക്വാളിറ്റി? ഇതാണോന്ന് ചൂടായിട്ട് കാര്യ കുരുപൊട്ടിയിട്ട് കാര്യ സമസ്തനെ ധിക്കരിച്ചോ. കുരുപൊട്ടിയിട്ട് കാര്യ സമസ്തനെ ധിക്കരിച്ചോ പാഠം പഠിക്കും. ഒരു സമസ്തനെ ധിക്കരിച്ചോ ധിക്കരിച്ചോ പാഠം പഠിക്കും. സമസ്തനെ ധിക്കരിച്ചോ പാഠം പഠിക്കും. സംസ്ഥയ്ക്കുള്ളിൽ ഇത്തരം ലീഗിൻ്റെ ഭീഷണി, ലീഗ് പ്രവർത്തകരുടെ നേതാക്കളുടെ ഒന്നും ഭീഷണിയൊന്നും കൂസാതെ വളരെ ശക്തമായ നിലയിൽ തന്നെയുള്ള വിമർശനം, ലീഗ് വിമർശനം വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്നു. ഇപ്പോൾ പൗരത്വ പ്രശ്നത്തിലൊക്കെ ഉമർ ഫൈസി മുക്കമൊക്കെ ആണെങ്കിലും വളരെ ശക്തമായി പറഞ്ഞത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത ആർജവത്തോടെ എടുത്ത നിലപാട് അത് വളരെ സ്വീകാര്യമാണ് എന്നുള്ളതാണ്. ഇതൊരു കേന്ദ്ര നിയമമാണ് എന്ന് കരുതി അത് നടപ്പാക്കും എന്ന് പറയാതെ അത് നടപ്പാക്കാതിരിക്കാനാവില്ല എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് അടക്കം സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ്. ആ നിയമത്തെ ചോദ്യം ചെയ്ത് അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അടക്കം നിലപാടെടുത്തുകൊണ്ട് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി നൽകി നിൽക്കുന്ന ഒരു സർക്കാർ എടുക്കേണ്ട ശരിയായ നിലപാട് സംസ്ഥാന സർക്കാർ കേരളത്തിൽ എടുക്കുന്നു എന്നുള്ളത് അടക്കം ചൂണ്ടിക്കാട്ടി ഭരണഘടനാ അനുസൃതമായ എല്ലാ സംരക്ഷണവും എല്ലാ തരം വിഭാഗം ജനങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒക്കെ ഒരുപോലെ കേരളത്തിൽ ലഭിക്കുന്ന വിധത്തിൽ കേരളം അങ്ങനെ കടന്നു പോകുന്നതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത ഇങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് ലീഗ് കൂടുതൽ അസ്വസ്ഥമാകുന്നത്. ഇതേക്കുറിച്ച് ഇന്ന് പി വി അൻവർ MLA പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് തോൽവി ഭയന്നാണ് മുസ്ലിം ലീഗ് ഇത്തരം ഭീഷണിയൊക്കെ, ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ ഒരു ഭീഷണി സന്ദേശം അല്ലെങ്കിൽ ഭീഷണി, അതൊക്കെ നടത്തുന്നത് ഇത്തരം തോൽവി ഭയന്ന് തോൽവി മുന്നിൽ കണ്ടതുകൊണ്ടാണ് എന്നാണ് അൻവറിൻ്റെ ഒരു പക്ഷം. ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ഉമർ ഫൈസി മുക്കത്തെയും ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ല. സമസ്തയുടെ മനസ്സെന്താണെന്ന് ജൂൺ 4 എന്ന് വെച്ചാൽ വോട്ടെണ്ണുന്ന ദിവസം അറിയാൻ കഴിയും എന്നുകൂടിയാണ് പി വി അൻവർ MLA പറഞ്ഞത്. ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ പ്രധാനമായ ഒരു വോട്ട് ബാങ്ക് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സമസ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിഭാഗമാണ്. അവരൊന്നടങ്കം ഇന്ന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മുസ്ലിം ലീഗിൽ നടക്കുന്ന എന്താ, DMA സലാം എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടായിസമാണ് സത്യത്തിൽ ലീഗിൽ നടക്കുന്നത്. ആ ഗുണ്ടായിസത്തിന് വേണ്ടിയിട്ട് സലാം ഏർപ്പെടുത്തിയിട്ടുള്ള പലതരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പല പ്രദേശങ്ങളിലുണ്ട്. ആ ഗുണ്ടകൾ തന്നെയാണ് ഈ ഇപ്പോൾ ബഹുമാനിയായ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അടക്കം പ്രാദേശിക നേതാക്കളെ അടക്കം വൻതോതിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. പല വോയിസ് ക്ലിപ്പുകളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, എൻ്റെ ഫോണിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഈ പറയുന്ന സലാമിൻ്റെ ഒരു വിഭാഗം ആ ഗുണ്ടായിസ നിലപാടിലേക്ക് പോകുന്നുണ്ട്. അത് അവരെ വിരളി പിടിച്ചിട്ടാണ്. ഇതേക്കുറിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യം, മുസ്ലിം ലീഗിൻ്റെ ഭീഷണി, ഇത്തരത്തിലുള്ള ഭീഷണികളൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്നാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ നഷ്ടപ്പെടുന്നതിൽ UDFന് ആശങ്കയുണ്ട്. ഭീഷണിക്കും സമ്മർദ്ദത്തിന് മുന്നിൽ ആരും ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി അങ്ങനെയുള്ളവരുടെ വോട്ട് ചെയ്യാനുള്ള അവകാശവും സ്വതന്ത്രമായ നിലപാടെടുക്കാനുള്ള അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയും ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. വലിയ രീതിയിലുള്ള ഭീഷണി ചില മേഖലയിൽ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭീഷണിക്കും വഴങ്ങേണ്ട യാതൊരു കാര്യവും കേരളത്തിൽ ഒരു പൗരനുമില്ല. കാരണം എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള അധികാരാവകാശമുണ്ട്. അതിന് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് കേരളം.